ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും SK കളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രീം ലെവലിൽ IPL മാച്ചസിൻ്റെ തേർഡ് മാച്ചായ കൊൽക്കത്ത വേഴ്സസ് ഹൈദരാബാദ് മാച്ചിൻ്റെ പ്രിവ്യൂ ആൻഡ് പ്രഡിക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ നമ്മൾ ഡ്രീം ലെവൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡ്രീം ലെവൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഈ IPL സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം ഒരുപാട് ഓഫേഴ്സും നല്ല രീതിയിലുള്ള വിന്നിങ് എമൗണ്ട് ഒക്കെയാണ് ഈ സമയത്ത് നമ്മുടെ ഡ്രീം ലെവൽ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ഈ സമയത്ത് ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി തുടങ്ങുക, വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് കുബേര ഫാൻറ്റസി പറഞ്ഞ കിട്ടിയില്ല, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. സോ ഇത് ഡ്രീം ലെവൻ പോലത്തെ സെയിം ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് പറയുന്നത്, ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്, അതുപോലെ ചെറിയ ചെറിയ എമൗണ്ടിൽ കോൺടെസ്റ്റുകളുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഡു ഓപ്ഷൻ ഒരു ഫീച്ചറാണ്. സോ ഈ ഫീച്ചർ എന്താണ് പറഞ്ഞാൽ, ഈ കാണുന്ന പോലെ 5 പ്ലെയേഴ്സിൽ ഏതെങ്കിലും ഒരു പ്ലെയേഴ്സിനെ പിക്ക് ചെയ്ത് നിങ്ങൾ ടീം ഇട്ടാൽ മാത്രം മതി. അതായത് 11 പേരിനൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പ്ലെയർ, ഈ 5 പ്ലെയറിൽ ഏത് പ്ലെയർ നന്നായി കളിക്കും, നല്ല പോയിന്റ്സ് എടുക്കും, ആ പ്ലെയറിനെ മാത്രം പിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ സിമ്പിളായി വിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. സോ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. സോ കുബേര ഫാൻറ്റസി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യം തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ചോയ്സ് 11 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി തന്നെയാണ്. ഇത് ഡ്രീം ലെവൻ പോലെ തന്നെ അതേ സെയിം ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇന്റർഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കുബേര ഫാൻറ്റസി കാണിച്ച ഡു ഓപ്ഷൻ പോലെ തന്നെ സെയിം ആയിട്ടുള്ള കോപ്പ വേണ്ട ഒരു രീതിയിലാണ് ഈ ഫീച്ചർ കാണിക്കുന്നത്. സോ ഈ ഫീച്ചറിൽ ഇതേ സെയിം തന്നെയാണ് കുബേര ഫാൻറ്റസി പോലെ തന്നെ. നിങ്ങൾ ജസ്റ്റ് ഒരു 5 പേരിൽ ഒരാളെ പിക്ക് ചെയ്യുക, നിങ്ങൾ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുക. അല്ലാതെ വേറെ ഒന്നും തന്നെ ഈ കാണുന്ന 5 പേര് ഒരാളെ പിക്ക് ചെയ്യുക, കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഡ്രീം ലെവൻ പോലെ 11 പേരുടെ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ പ്ലെയർ ജോയിൻ ചെയ്യുന്നു, ഒറ്റ പ്ലെയർ നിങ്ങൾ വിൻ ചെയ്യുന്നു, അത്രമാത്രം തന്നെ. അതുപോലെ തന്നെ ചെറിയ എമൗണ്ടിലൊക്കെയുള്ള കോൺടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 7 രൂപ ചെറിയ ചെറിയ എമൗണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. വലിയ എമൗണ്ടോട് ചെറിയ എമൗണ്ട് എല്ലാം തന്നെ ഇതിലുണ്ട്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട അവരുടെ ആപ്ലിക്കേഷനാണ്. തീർച്ചയായും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം, ആദ്യം നമ്മൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് കാര്യം തന്നെ വെന്യൂ റിപ്പോർട്ടും എങ്ങനെയാണ് പോയ കഴിഞ്ഞ മാച്ചസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത്. സോ അതെടുത്ത് നോക്കുകയാണ് പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് മാച്ചസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിന്നിംഗ് ചാൻസ് കാണിക്കുന്നത് കൊൽക്കത്തയ്ക്കാണ്. അതായത് കഴിഞ്ഞ 10 മാച്ചിൽ കൊൽക്കത്തയാണ് ഏറ്റവും കൂടുതൽ വിന്നിങ്സ് കാണിക്കുന്നത്. 6 മാച്ച് കൊൽക്കത്ത വിൻ ചെയ്ത സമയത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിൻ ചെയ്തിരിക്കുന്നത് വെറും 3 മാച്ചാണ്. അപ്പോൾ കൂടുതൽ വിന്നിംഗ് ചാൻസ് കാണുന്നത് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനല്ല, കൊൽക്കത്തയ്ക്കാണ് കാണുന്നത്. അപ്പോൾ കൊൽക്കത്തയായിരിക്കും കൂടുതലും വിന്നിംഗ് ചാൻസ് കാണുന്നത്. അപ്പോൾ കൊൽക്കത്തയുടെ ഫേവർ ചെയ്ത ടീം ഇടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ആവറേജ് റൺസ് നോക്കുമ്പോൾ 179 റൺസാണ് ഈ പിച്ചിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിച്ചിൽ ഓൾമോസ്റ്റ് സ്കോർ ചെയ്തിരിക്കുന്നത് 179 റൺസ് സ്കോറിങ് വരുന്നുണ്ട്. പ്ലേസ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനൊക്കെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പിച്ചാണ്. അതുപോലെ തന്നെ കണ്ടീഷൻ വെതർ കാണുന്നത് റെയിനി വെതറാണ്. അപ്പോൾ മഴയുള്ള ഒരു സമയം, മഴയുടെ ഒരു സാധ്യതയുള്ള ഒരു കണ്ടീഷനിലായിരിക്കുന്നത്. വെന്യൂ കൊൽക്കത്തയിലാണ് ഉള്ളത്. അപ്പോൾ മൊത്തം നോക്കണം, ഏറ്റവും കൂടുതൽ പിച്ച് നോക്കുമ്പോൾ ബാറ്റിംഗ് പിച്ചാണ്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിനും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. സോ രണ്ടുപേർക്ക് ഈക്വൽ ആണ്, പക്ഷേ സ്പിന്നേഴ്സിനും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു പിച്ചാണ്. സോ ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. സോ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ വിക്കറ്റ് കീപ്പർ, നല്ലൊരു വിക്കറ്റ് കീപ്പറിനെ കൊടുക്കുക. സോ ഇതിന് 1-2 വിക്കറ്റ് കീപ്പർ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. മാക്സിമം എല്ലാവരും 1-2 വിക്കറ്റ് കീപ്പർ കൊടുക്കാൻ നോക്കാം. മെജോറിറ്റി എല്ലാവരും ഒരു വിക്കറ്റ് കീപ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ബാറ്റിംഗ് സെക്ഷൻ എടുക്കുകയാണ് പറഞ്ഞാൽ, ബാറ്റിംഗ് സെക്ഷനിൽ എപ്പോഴും 2 ടീമിൽ നിന്നും നല്ല പ്ലേയേഴ്സെ കളിക്കുന്ന 2 പ്ലേയേഴ്സിനെ മസ്റ്റ് ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ 2 പേര് കൊടുത്തിട്ടുണ്ട്. സോ ലൈനപ്പ് വരാണ്ട് ഒരിക്കലും നമ്മുടെ ടീമിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ലൈനപ്പ് എന്നുള്ള ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ടെലിഗ്രാം ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ റഫ് ടീം ആണെന്ന കാരണം ഇത് ലൈനപ്പ് വരാതിട്ടാണ് നമുക്ക് ഒരിക്കലും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതുപോലെ രീതിയിൽ ഇടുക. അപ്പോൾ അതുപോലെ തന്നെ സെലക്ഷനിൽ നിങ്ങൾ എപ്പോൾ ആഡ് ചെയ്യുമ്പോഴും ഒരു 2 പ്ലേയേഴ്സിനെ കൂട്ടി ആഡ് ചെയ്യുക. അതായത് സെലക്ഷൻ കുറഞ്ഞ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 3 പേര് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറൗണ്ടർ സെക്ഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൾറൗണ്ടർ സെക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം അല്ല ഓൾറൗണ്ടർ സെക്ഷൻ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തിട്ടാൻ നോക്കുക. പിന്നെ ബോളിംഗ് സെക്ഷനാണ്. ബോളിംഗ് സെക്ഷനിൽ എപ്പോഴും ഒരു സ്പിന്നറിനെയും ഒരു പ്ലേസ് ബോളിനെ എപ്പോഴും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് കുറച്ച് സെലക്ഷൻ കുറഞ്ഞ പ്ലേയേഴ്സിനെ
കൊടുക്കുന്നത്, അതായത് ഓൾറൗണ്ട് സെക്ഷൻ ബോളിംഗ് സെക്ഷനിൽ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം ഒരുപാട് പെട്ടെന്നുള്ള വിക്കറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ റാങ്കിൽ മുകളിൽ വന്ന് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് രീതിയിൽ ഞാൻ ഒരു റഫ് ടീം മാത്രമാണ് ഇത്, കാരണം മെയിൻ ആയിട്ട് നമ്മുടെ ടെലിഗ്രൂപ്പ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ലൈനപ്പ് വരാതെ ഒരിക്കലും ടീം ഇട്ട് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാർട്ടിംഗ് ടൈമാണ്. ആകെ ഒരു മാച്ച് 2 മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ, ഒരു മാച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്കായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടില്ല. ഒരു എല്ലാ ടീംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയൊക്കെ വന്നാൽ മാത്രം തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ക്യാപ്റ്റന് കൊടുക്കുന്ന ഒരു ടിപ്പ് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ക്യാപ്റ്റൻ കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാളെ, അത്യാവശ്യം നല്ല സെലക്ഷൻ ഉള്ള ഒരാളെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതേസമയം വൈസ് ക്യാപ്റ്റൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്തിരി ലോ സെലക്ഷൻ ഉള്ള ഒരു വൈസ് ക്യാപ്റ്റനെ കൊടുക്കുക. അത്യാവശ്യം നന്നായി കളിക്കുന്ന ലോ സെലക്ഷൻ ഉള്ള ഒരു വൈസ് ക്യാപ്റ്റനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ക്യാപ്റ്റന് നിങ്ങൾ നേരെ തിരിച്ചും കൊടുക്കുക. അതായത് വൈസ് ക്യാപ്റ്റൻ നല്ല സെലക്ഷൻ ഉള്ള ഒരാളെ കൊടുത്തിട്ട് ക്യാപ്റ്റനായിട്ടുള്ള കുറച്ച് ലോ സെലക്ഷൻ ഉള്ള ആളെ തിരിച്ചും കൊടുക്കുക. ഇത് രണ്ടും തന്നെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു GL ട്രൈ ചെയ്യുന്നവരാണെന്ന് ഒരിക്കലും നിങ്ങൾ അതായത് എല്ലാവരും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വൈസ് ക്യാപ്റ്റനും ഈ രീതിയിൽ കൊടുക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും ഈ രീതിയിൽ തന്നെ കൊടുക്കുക. അതായത് ഒരു നല്ല രീതിയിൽ സെലക്ട് ചെയ്ത ഒരു പ്ലെയറിനെയും സെലക്ഷൻ കോർണർ പ്ലെയറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇതൊരു റഫ് ടീം മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ ടീം റഫ് ടീം മാത്രമാണ്. സോ നമ്മുടെ മെയിൻ ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക. ടെലിഗ്രാം ചോദിച്ചാൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് ചോദിച്ചാൽ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.